തൃശൂരിൽ ചൊവ്വന്നൂരിൽ SDP പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും നേരിട്ടാണ് DCCക്ക് നിർദ്ദേശം നൽകിയത്. പാർട്ടിയുമായി തീരുമാനിച്ച് തുടർ നടപടി എടുക്കുമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നിതീഷ് MA വ്യക്തമാക്കി. നിലവിൽ UDFന് 5 അംഗങ്ങളാണുള്ളത്. അതിലേക്കാൾ 2 വോട്ട് കൂടുതൽ കിട്ടിയിട്ടാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഒരു പാർട്ടിയായിട്ടും യാതൊരു മുൻധാരണകളും ഉണ്ടാക്കിയിട്ടില്ല. പഞ്ചായത്തിൻ്റെ 25 വർഷത്തിൽ കൂടുതലുള്ള ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് വോട്ട് ചെയ്തിട്ട് പഞ്ചായത്ത് മെമ്പർമാർ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്ന് ഞാൻ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. MS ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, എങ്ങനെയാണ് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോയത്, തീരുമാനങ്ങൾ? അതായത് ഇന്ന് രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിതീഷ് ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. നിലവിൽ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി LDF ആണ് എങ്കിൽ പോലും ഈ UDFന്റെ ഈ സ്ഥാനാർത്ഥിക്ക് 2 SDPIയുടെ 2 പേരുടെ കൂടി പിന്തുണ ലഭിച്ചതോടു കൂടിയാണ് ഈ കോൺഗ്രസ് SDPI സഖ്യം എന്നുള്ള തരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ഈ കോൺഗ്രസ് SDPI സഖ്യം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നിതീഷിൻ്റെ ഒരു പ്രതികരണമായി വരുന്നത്. തനിക്ക് ഒരു ജനാധിപത്യ രീതിയിൽ തനിക്ക് ലഭിച്ച ഒരു വോട്ടാണ്, ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിക്കാനായി കഴിഞ്ഞത്. അതല്ലാതെ താൻ യാതൊരു തലത്തിലുള്ള ചർച്ചകളോ സഖ്യമോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ DCC പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ഇത് സ്ഥാനം രാജിവെക്കാനായി ആവശ്യപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് KPCC പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് DCCയിലേക്ക് അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഈ മുന്നണിയിൽ ധാരണയിലില്ലാത്ത ഒരു സഖ്യങ്ങളും വേണ്ട എന്നുള്ളൊരു നിലപാടാണ് KPCCക്കുള്ളത്. അത് ഇവിടെയും നടപ്പിലാക്കണം. SDPIയുമായി യാതൊരു വിധത്തിലുള്ള സഖ്യത്തിൻ്റെയും ആവശ്യമില്ല, അങ്ങനെ ഒരു ഭരണം ആവശ്യമില്ല എന്ന നിലപാടാണ് KPCC അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് ചർച്ച ചെയ്ത് രാജിവെക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിൽ ഇതുവരേക്കും രാജിവെച്ചിട്ടില്ല.